സാറിൻ്റെ ഈ സിനിമയിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഏറ്റവും വലിയൊരു പേരാണ് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ എന്നുള്ളൊരു പേര്. അപ്പോൾ ആദ്യം സാറ് കാണണമെന്ന് പറഞ്ഞ് വിളിച്ച സമയം ഒരു കാര്യം ഉറപ്പായിരുന്നു, കാര്യം ഒരു മ്യൂസിക്കൽ ട്രീറ്റ്മെൻ്റ് ആയിരിക്കും. കാര്യം ഇതിന് മുമ്പത്തെ സാറിൻ്റെ മൂവീസ് എടുത്ത് നോക്കിയാലും സാർ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളതും അദ്ദേഹത്തിൻ്റെ പാട്ടുകളും ആണ് ഏറ്റവും കൂടുതൽ. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതൽ റൊമാൻറ്റിക് സോങ്സിൻ്റെ ഒരു എന്താ പറയുക ഒരു എയ്സ് പ്ലെയറാണ് പുള്ളി. അപ്പം അത് കഴിഞ്ഞ് സിനിമയിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഒരു സബ്ജക്റ്റാണ്. കാര്യം ഹൊറർ സബ്ജക്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഹൊറർ സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിച്ച് പിന്നീട് കഥ കേട്ട് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം ഉണ്ട്. അതായത് ഒരു ആക്ഷനാണ്, ഒരു ഫാമിലി സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, ത്രില്ലറാണ്, റൊമാൻസ് ഉണ്ട്, എല്ലാം ചേർന്നിട്ടുള്ളൊരു ഫ്ലേവറുള്ളൊരു സിനിമയാണ്. പിന്നീട് കൂടുതൽ വർക്ക് ചെയ്ത് തുടർന്നപ്പോഴാണ് മനസ്സിലായത് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ എന്ന് പറയുന്ന ആളുടെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ അല്ല. എന്താ പറയുക, ഒരു സാധാരണ നമ്മൾ കാണും എല്ലാവരും ഒരു ഹീറോ ഓറിയൻറ്റഡ് മൂവി ആയിരിക്കും, അല്ലെങ്കിൽ മെയിൽ ഓറിയൻറ്റഡ് മൂവീസാണ്. പക്ഷെ സംഭവം അതല്ല. കാര്യം ഇതിവിടെ ഇരിക്കുന്ന രണ്ട് സുന്ദരിമാർ, രണ്ട് ആക്ട്രസസ്, അവരെ കൊണ്ട് ഫൈറ്റ്, അവരെ കൊണ്ട് എന്താ ചെയ്യിപ്പിക്കാത്ത പരിപാടിയൊന്നുമില്ല. So I will say this is not an actor-oriented movie. This is an equally actor-actress-oriented movie. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അമിത് ഈ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറഞ്ഞ പരിപാടിയിൽ ഉസ്താദാണല്ലോ. അപ്പോൾ ആദ്യം പുള്ളിക്ക് മൈക്ക് കൊടുത്തപ്പോൾ തന്നെ ഇപ്പം എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. കാര്യം ഇനിയിപ്പോൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ആക്ടറിനൊന്നും പറയാൻ പറ്റാത്ത തരത്തിൽ പുള്ളി സംസാരിച്ച് തീർത്തു. പിന്നെ എൻ്റെയൊക്കെ ജനറേഷന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മുടെയൊക്കെ ജനറേഷനിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആൽബം തുടങ്ങിയ ടൈമും അല്ലെങ്കിൽ ഈസ്റ്റ് കോസ്റ്റിൻ്റെ അല്ല ലവ് സോങ്സൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നൊരു ജനറേഷനിൽപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പോൾ സാറായിട്ട് കൊളാബറേറ്റ് ചെയ്തതിൽ അതിയായ സന്തോഷമുണ്ട്. പിന്നെ ഞാൻ ഇതുവരെ ഹൊറർ പടത്തിൽ അഭിനയിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഹൊറർ പടത്തിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടി സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ആബ്സല്യൂട്ട്ലി ഒരു തിയേറ്ററിന് വേണ്ടിയിട്ട് സാറിൻ്റെ സിഗ്നേച്ചറുള്ളൊരു സിനിമയാണ്. അപ്പോൾ സാറിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയതിലും ഇത്ര നല്ലൊരു ഗ്രൂപ്പിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയതിലും അതിയായ സന്തോഷമുണ്ട്. കള്ളൻ പകുതിയിലുണ്ടായിരുന്ന ബാക്കി എല്ലാവരും ഉണ്ട്, ഞാൻ മാത്രമേ ഇല്ലാത്തുള്ളൂ. ലാസ്റ്റ് സാറ് ഓഡിയോ ലോഞ്ചിനെങ്കിലും എന്നെ വിളിച്ചതിനുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. പക്ഷേ ഈസ്റ്റ് കോസ്റ്റ് പ്രൊഡക്ഷൻസ് ഇതുകൊണ്ടൊന്നും നിർത്തില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനിയും പടങ്ങൾ വരും. അപ്പോൾ അടുത്ത പടത്തിൽ വിളിക്കുമായിരിക്കും അല്ലേ? അപ്പോൾ അടുത്ത പടത്തിൽ എന്നെ വിളിക്കണമെങ്കിൽ എല്ലാവരും നല്ലൊരു കഴിവുണ്ടേ ചേട്ടാ, നോട്ട് ചെയ്യട്ടോ. എന്തായാലും വളരെ സന്തോഷം. നമ്മുടെ ഫാമിലിയുടെ ഒരു സിനിമ തന്നെയാണ് ചിത്തിനി. ഇതിലുള്ള എല്ലാവരും, വിജയേട്ടനാണെങ്കിലും രഞ്ജിനാണെങ്കിലും നമ്മുടെ ക്യാമറ രതീഷ് ഏട്ടൻ, ജോൺ കുട്ടി, നമ്മുടെ മേക്കപ്പ്, എല്ലാ ആൾക്കാരും, മോക്ഷ, അമിത്തൻ്റെ നാട്ടുകാരനാണ്, ഞങ്ങളൊരു സ്കൂളിൽ പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ വിനയേട്ടൻ ആയിട്ട് നേരത്തെ പരിചയം മാത്രമല്ല, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടില്ല. അപ്പം എന്തായാലും ചിത്തിനിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. സിനിമ വൻ വിജയമാകട്ടെ. പിന്നെ കള്ളൻ ഭഗവതി OTT റിലീസ് എന്താണെന്ന് ചോദിച്ച് ഓൺ എ ഡെയിലി ബേസിസ് എനിക്ക് മെസ്സേജുകൾ വരാറുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഞാനും വിജയേട്ടനോട് ചോദിക്കുകയാണ്, ഇത് OTT വരുമോ അടുത്തേക്കാനും. സംഭവം എന്നെ കാണാൻ വേണ്ടിയിട്ടല്ല, മോക്ഷനെ കാണാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ നമുക്കറിയാം. എന്നാലും മെസ്സേജ് അയക്കുന്നവരോട് അതിനുള്ള ഉത്തരം വിജയേട്ടൻ പറയും. താങ്ക് യു സോ മച്ച്. ചിത്തിനി ഒരു ഗംഭീര വിജയമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.